വീണ്ടും ഞെട്ടിക്കാൻ മമ്മൂട്ടി കമ്പനി എത്തുന്നു. കളങ്കാവലിന്റെ പുതിയ ടീസർ എത്തി. മമ്മൂട്ടി കൂടാതെ വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ താരങ്ങൾ. തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തിയിലുള്ള കോട്ടായിക്കോണത്ത് നടന്ന സുഹൃത്തുക്കളുടെ ഒരു ലഹള അത് പിന്നെ വേറെ ലെവലിലേക്ക് പോയി. കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചു. അത് വേറൊരു തലത്തിൽ ചെന്നെത്തി എന്ന് ടീസറിൽ തന്നെ പറയുന്നുണ്ട്. എന്തായാലും കേരള പോലീസിന്റെ ഒരു കുറ്റാന്വേഷണ കഥയെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും കൂടിയാണ് ഈ സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത്. ജിതിൻ തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നതും. ഇതുവരെ വന്ന ടീസറുകളും സ്റ്റിൽ ഫോട്ടോയും എല്ലാം കളങ്കാവൽ വളരെ പുതുമയുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് പറയുന്നതെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ടീസർ കണ്ടപ്പോൾ എടുത്തു പറയാൻ തോന്നിയൊന്ന് മുജീബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണ്. ആ അവസാനം ഏത് ജീവിയാണ് കൊല്ലാൻ ഏറ്റവും എളുപ്പമെന്ന് മമ്മൂട്ടി ചോദിക്കുന്ന സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒരു BGM ഉണ്ട്. അത് കേൾക്കുമ്പോൾ അറിയാം ഈ സിനിമയിൽ BGMനുള്ള പ്രാധാന്യം. ഷമിൽ ഈക്കയാണ് ഇതിൻ്റെ ടീസർ കട്ട് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു ഗംഭീര ടീസർ തന്നെയാണ് മലയാളികൾക്ക് അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത്. ഫൈസൽ അലിയാണ് ഇതിൻ്റെ DOP കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ വ്യത്യസ്തമുള്ള, കാണാൻ ഇമ്പമുള്ള കുറേ ഫ്രെയിമുകൾ അദ്ദേഹം ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ സംവിധായകൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, പൃഥ്വിരാജ് ചെയ്യാനിരുന്ന റോളാണ് വിനായകനിലേക്ക് എത്തിയെന്ന്. എന്തായാലും വിനായകൻ്റെ ഈ സിനിമയിലെ ടീസർ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് എന്തായാലും ആ കഥാപാത്രം അത്രയും ഭംഗിയോടെ തന്നെ വിനായകൻ ചെയ്തിട്ടുണ്ട്. നവംബർ 27-ന് തിയേറ്ററുകളിൽ നമ്മെ കോരിത്തെരിപ്പിക്കാൻ മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രവുമായി എത്തുന്നു. എന്തായാലും അതൊരു നിരാശയാവില്ല. കളങ്കാവൽ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷ തന്നെയാണ്.